ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ചെയർമാനായി UDF-ലെ സുമേഷ് അച്യുതൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സുമേഷിന് 19 ഇടതുമുന്നണിയിലെ ജെയിൻ ഹിലാരിയോസിന് 11 വോട്ടുകൾ ലഭിച്ചു. പ്രതിപക്ഷം പിന്നീട് സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനത്തേക്ക് സുമേഷ് കെയെ തിരഞ്ഞെടുത്തതായി മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് സുമേഷ് കെയെ തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു. ഇതാദ്യമായാണ് സുമേഷ് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും കെ കൃഷ്ണൻകുട്ടിയോട് പരാജയപ്പെടുകയായിരുന്നു. 6 സീറ്റുകളിൽ CPM അരിവാൾ ചിഹ്നത്തിലും 5 സീറ്റുകളിൽ CPM സ്വതന്ത്രർ കുടച്ചിഹ്നങ്ങളിലുമായാണ് മത്സരിച്ചത്. മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട സുമേഷ് എ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. യോഗം അവസാനിപ്പിക്കുന്നു. സുമേഷിനെതിരെ CPM-ന്റെ ജെയിൻ ഹിലാരിയോസ് ആണ് മത്സരിച്ചത്. M സ്വാമിനാഥൻ നിർദ്ദേശിച്ചു, ആതിര പിന്താങ്ങി. സുമേഷിനെ R ബാബു നിർദ്ദേശിച്ചു, മുഹമ്മദ് ആഷിഖ് പിന്താങ്ങി. വൈസ് ചെയർപേഴ്സണായി കോൺഗ്രസിലെ തന്നെ കൃഷ്ണലീലയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ സുനിത സലീമിനെയാണ് കൃഷ്ണലീല പരാജയപ്പെടുത്തിയത്. DD സലീന ബീവി ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം UDF പ്രവർത്തകർ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് ആഹ്ലാദാരവം നടത്തി. ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. ജനവാസ കേന്ദ്രത്തിൽ വാട്ടർ ഫിൽട്ടർ പ്ലാന്റിന്റെ തൊട്ടടുത്ത് കക്കൂസ് മാലിന്യത്തിന്റെ പ്ലാന്റ് നിർമ്മിക്കുന്ന പദ്ധതി അതിന്റെ DPR കത്തിച്ച് നമ്മൾ അധികാരമേൽക്കുന്നു പറഞ്ഞു. അതിപ്പോൾ DPR നമ്മൾ കത്തിച്ചു. ആ പദ്ധതി ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി സ്ഥാപിക്കാൻ ആദ്യത്തെ കൗൺസിൽ. കഴിഞ്ഞ തവണ ഇടതുമുന്നണിയാണ് നഗരസഭ ഭരിച്ചത്. MLA ആയിരുന്ന K അച്യുതന്റെ മകനാണ് DCC വൈസ് പ്രസിഡന്റായ സുമേഷ് അച്യുതൻ. ചിറ്റൂരിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സുമേഷ് സ്ഥാനാർത്ഥിയായേക്കും. UTV ന്യൂസ്, പാലക്കാട്.